കൊല്ലം ഉളിയക്കോവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നതിന് കാരണം പ്രണയ നൈരാശ്യവും വിവാഹം മുടങ്ങിയതും. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസ് രാജും തമ്മിലുള്ള അടുപ്പം വിവാഹത്തിലെത്തിയിരുന്നു. ഇതിൽ നിന്ന് പിന്മാറിയതിന്റെ വിരോധത്തിൽ ഫ്ലോറിയെ കൊലപ്പെടുത്താനായിരുന്നു തേജസ് പെട്രോളുമായി എത്തിയത്. പോളിംഗ് ബലറ്റിനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഥവ് തുറന്നു. പറഞ്ഞിട്ടാണ് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ച് ഞാൻ അകത്തിരിക്കുമായിരുന്നു. അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ട് അങ്ങ് കയറുക. പർദ്ദ ധരിച്ച് വീടിനുള്ളിലേക്ക് പെട്രോളുമായാണ് തേജസ് രാജ് എത്തിയതെന്ന് ഫെബിന്റെ അമ്മ പറയുന്നു. കുത്തേറ്റ ഫെബിനും പിതാവ് ജോർജും റോഡിലേക്ക് ചാടിയിറങ്ങിയപ്പോഴേക്കും ഫെബിൻ റോഡിൽ കുഴഞ്ഞു വീണു. ഈ മരിച്ചുപോയ ഫെബിന്റെ പെങ്ങളുമായിട്ട് ഈ തേജസ് എന്ന് പറയുന്ന പയ്യനെ ഏറെ നാളത്തെ പ്രണയബന്ധത്തിലായിരുന്നു. ഇവർ ഒരുമിച്ചാണ് പഠിച്ചതും അതുപോലെ ഒരുമിച്ചാണ് ജോലി അന്വേഷിച്ചതും. എന്നാൽ ഈ പറയുന്ന ഫെബിന്റെ പെങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സർക്കാർ ജോലി കിട്ടുകയും അതുപോലെ തന്നെ വേറൊരു വിവാഹബന്ധം ഉറപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തേജസിന് വളരെ നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും പിന്നീടും ഈ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവാണ്ട് നിരന്തരം ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുകയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം നേരെ വീട്ടിലോട്ട് കയറി ചെല്ലുകയും പെട്രോളും അതുപോലെ കത്തിയും കൈ കരുതിയിട്ടുണ്ടായിരുന്നു. ആരും തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പർദ്ദയും കൂടി ഇട്ടിട്ടാണ് ഈ തേജസ് അവരുടെ വീട്ടിലോട്ട് കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ, അതായത് ഫെബിന്റെ ഫാദറും ഫെബിനും മാത്രമാണ്. ഫെബിന്റെ ഫാദറെ കുത്തുകയും അതുപോലെ തന്നെ ഫെബിനെ വെട്ടിക്കൊല്ലുകയും ചെയ്തതിനു ശേഷം തേജസ് കാർ എടുത്തിട്ട് തിരിച്ചവിടെ നിന്ന് പോന്നു. തേജസ് ചിലപ്പോൾ ഒരു പക്ഷേ ചെന്നത് ഈ പെൺകുട്ടിയെ തിരക്കിയായിരിക്കും. പ്രധാന ലക്ഷ്യം അവളെ തന്നെ അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തെ മൊത്തത്തിൽ കൊല്ലാനായിരിക്കും ചെന്നിട്ടുണ്ടാവുക. എന്നാൽ ഈ പറയുന്ന സമയത്ത് ആ പെൺകുട്ടിയെ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുട്ടി മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് ഇറങ്ങിയ തേജസ് നേരെ കാറും എടുത്തുകൊണ്ട് പോയി കൈയും മുറിച്ചു. അതിനുശേഷം ട്രെയിനും മുന്നോട്ട് ചാടി ആത്മഹത്യയും ചെയ്തു. ഈ ഒരു പ്രണയബന്ധം കൊണ്ട് ഇപ്പൊ എന്തുണ്ടായത്? ഒന്നും അറിയാൻ പാടില്ലാത്ത സഹോദരൻ ചെറുക്കന്റെ ജീവിതം വെറുതെ പോയി. നിങ്ങൾ ഒരാൾക്ക് വേണ്ട അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിന് ഇനി മുന്നോട്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ കൊല്ലാനും ചാവാനും നിൽക്കല്ല ചെയ്യേണ്ടത്. അവരെ ഉപേക്ഷിച്ച് അടുത്ത ജീവിതത്തിലോട്ട് നിങ്ങൾ പോവുകയാണ് ചെയ്യേണ്ടത്. അത്രയ്ക്കും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ പ്രണയിക്കാൻ നിൽക്കരുത്. ഇനി നിങ്ങളുടെ പൈസ എന്തെങ്കിലും തട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് എന്തെങ്കിലും തട്ടിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണക്ക് പറഞ്ഞു വയ്ക്കാൻ നിങ്ങൾക്ക് കഴിവും വേണം. അതല്ലാണ്ട് കൊല്ലാനും ചാവാനും നടക്കുന്നവർക്കൊന്നും പറ്റിയതല്ല പ്രണയം എന്ന് പറയുന്നത്. മരിക്കാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും വളരെ ഈസിയാണ്. പക്ഷെ ജീവിച്ച് കാണിക്കാനാണ്, പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് ജീവിച്ച് കാണിക്കാനാണ് ധൈര്യം വേണ്ടത്.